ചാപ്റ്റർ ഓൾമോസ്റ്റ് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ദ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഓഫ് ദ 19th century function within two main objectives, which are they? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആട്ടോ. ആ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നതാണ്. നമുക്ക് ആൻസർ നോക്കാം. ഒന്നാമത്തത് ടു ഇറാഡിക്കേറ്റ് ഈവിൾ ആൻഡ് സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇറാഡിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ സോഷ്യൽ ഈവിൾസ് ഇറാഡിക്കേറ്റ് ചെയ്യുക. അടുത്തത് ടു എൻഷുർ ഈക്വൽ സിവിൽ റൈറ്റ്സ് ടു എഡ്യൂക്കേഷൻ, ട്രാവൽ ആൻഡ് ഡ്രസ് കോഡിനും അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാനും എഡ്യൂക്കേഷനും വേണ്ടിയിട്ട് ഈക്വൽ ആയിട്ടുള്ള സിവിൽ റൈറ്റ്സ് കൊണ്ടുവരാം. 2018 ക്വസ്റ്റ്യൻ ആട്ടോ. Write any two recommendations of Dr. D.S. Kothari Commission for the progress of Indian education. ഇന്ത്യൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് DS കൊഥാരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, സ്റ്റേറ്റ് സെക്കൻഡറി ലെവലിൽ തന്നെ നമ്മൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ. രണ്ടാമത്തെ റെക്കമെൻഡേഷൻ എന്താന്ന് വെച്ചാൽ വാല്യൂ എഡ്യൂക്കേഷൻ, മോറൽ സൈഡ് ആണെങ്കിലും അതുപോലെ തന്നെ സോഷ്യൽ സൈഡ് ആണെങ്കിലും എല്ലാ രീതിയിലും വാല്യൂഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇവാലുവേറ്റ് ദ സർക്കംസ്റ്റാൻസ് ദാറ്റ് ഫോഴ്സ്ഡ് ഗാന്ധിജി ടു സസ്പെൻഡ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് നാഷണൽ ലെവൽ സ്ട്രഗിൾ ഓഫ് ലെഡ് ബൈ മഹാത്മാഗാന്ധി. അപ്പോൾ അത് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിന്റെ പേരാണ് ചൗരി ചൗര ഇൻ ഉത്തർപ്രദേശ്. ചൗരി ചൗര എന്ന് പറയുമ്പോൾ UP-യില്, അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ആൾക്കാർ, നമ്മുടെ ഈ ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ, അവിടെ തീ വെച്ചു. ഏകദേശം 22ഓളം പോലീസ്മെൻ ഡൈറ്റ്. 22ഓളം പോലീസുകാരാണ് മരിച്ചത്. സോ ഈ ഒരു ഇൻസിഡന്റ് ആർക്ക് ഭയങ്കര ദുഃഖം ഉണ്ടാക്കി? മഹാത്മാഗാന്ധിക്ക് ദുഃഖം ഉണ്ടാക്കി. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അടുത്തത് What were the early regional struggles held in India under the leadership of Gandhiji? 2018 ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇന്ത്യയിൽ നടന്ന മഹാത്മാഗാന്ധിയുടെ ഏർലി സ്ട്രഗിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ. ആദ്യത്തേത് ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ. 1917 ഈ ഒരു സ്ട്രഗിള് നടക്കുന്നത്. സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ അവിടെ ഇൻഡിഗോ ഫാമേഴ്സ് ഉണ്ട് ചമ്പാരനില്. സോ ഇവര് ഇൻഡിഗോ മാത്രമല്ല ഇവർക്ക് കൾട്ടിവേറ്റ് ചെയ്യണം, ഇവർക്ക് ആഹാരം കഴിക്കണമെങ്കിൽ എന്ത് കൾട്ടിവേറ്റ് ചെയ്യണം? ഫുഡ് ക്രോപ്സും കൾട്ടിവേറ്റ് ചെയ്യണം. സോ ബ്രിട്ടീഷേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. സോ ഈ ഫാമേഴ്സിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഇവര് പ്രൊഡ്യൂസ് ചെയ്യിച്ചത് ഇൻഡിഗോ ആണ്. അപ്പോൾ ഫുഡ് ക്രോപ്സ് ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇവർക്ക് ടാക്സ് റേറ്റ് കൂട്ടി. ഇവർക്ക് നല്ല രീതിയിലുള്ള പേയ്മെന്റ് കൊടുത്തിട്ടില്ല, എന്നാൽ ടാക്സ് റേറ്റും കൂടുതലായിരുന്നു. സോ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആര് വന്നു? മഹാത്മാഗാന്ധി ചമ്പാരനിലെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു. 1970 ചമ്പാരൻ സത്യാഗ്രഹം. അടുത്തത് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. അഹമ്മദാബാദ് കോട്ടൺ, ഇത് ആരൊക്കെ തമ്മിലാന്ന് വെച്ചാല് ഈ കോട്ടൺ മിൽ വർക്കേഴ്സ്, കോട്ടൺ മിൽ ഓണേഴ്സ് തമ്മിലായിരുന്നു ഈ ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അതായത് പ്ലേഗ് ബോണസ് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഇവർ കോട്ടൺ മിൽ വർക്കേഴ്സ് പ്ലേഗ് ബോണസ് ആവശ്യപ്പെട്ടു. ആരെന്ത് പറഞ്ഞു? 50% ആട്ടോ പ്ലേഗ് ബോണസ് ചോദിച്ചത്. 50% കൂട്ടണമെന്ന് പറഞ്ഞു. ഇവര് വർക്കേഴ്സ്, അതായത് ഓണേഴ്സ് പറഞ്ഞു ഇല്ല 20% കൂട്ടത്തോളൂ. സോ ഇവരെന്ത് ചെയ്തു? പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്ട്രൈക്കായി. മഹാത്മാഗാന്ധി ഇടപെട്ടു. ഗാന്ധിജി പറഞ്ഞു എന്ത് വേണം? 35%. ഇൻ ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം, അവരുടെ ഇടയിൽ നിന്നിട്ട് 35% ആയിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? പ്ലേഗ് ബോണസ് കൊടുക്കേണ്ടതെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. സോ ആ സ്ട്രൈക്ക് അങ്ങനെ മഹാത്മാഗാന്ധി ഒരു നോൺ വയലൻസിലൂടെ അത് ഒത്തുതീർപ്പാക്കി വിട്ടു. അടുത്തതാണ് പെസൻസ് സ്ട്രഗിൾ ഇൻ ഖേദ. ഖേദയിലെ പെസൻസ്, അവരുടെ ഫെമീനും അവരുടെ ഡ്രൗട്ടും ഒക്കെ വന്നതിന് ശേഷം അവർക്ക് എന്ത് കൊടുക്കേണ്ടി വന്നു? ടാക്സ് റേറ്റ് കൂട്ടി. സോ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആര് വന്നു? മഹാത്മാഗാന്ധി വരികയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇതാണ് പെസൻസ് സ്ട്രഗിൾ ഇൻ ഖേദ വരുന്നത്. ഇതാണ് 3 early struggles, regional struggles held in India under the leadership of Gandhiji. Champaran,
The struggle of indigo farmers in Champaran, Ahmedabad cotton mill strike, peasant struggle in Kheda. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലോർഡ് ലിറ്റൺ ഏതാന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ, കാരണം പ്രീവിയസ് ഇയറിൽ കുറച്ചധികം ചോദിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ലോർഡ് ലിറ്റൺ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, മഹാത്മാഗാന്ധി കേരള കലാമണ്ഡലം, ലോർഡ് മക്കാലെ ദ വെർണാക്കുലർ പ്രസ് ആക്ട്, വെള്ളത്തോൾ നാരായണ മേനോൻ വർദ്ധ എഡ്യൂക്കേഷൻ പ്ലാൻ. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഏതാ? ലോർഡ് ലിറ്റൺ, ദ വെർണാക്കുലർ പ്രസ് ആക്ട്. മഹാത്മാഗാന്ധിയാണ് വർദ്ധ എഡ്യൂക്കേഷൻ പ്ലാൻ കൊണ്ടുവന്നത്. ലോർഡ് മക്കാലെയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത്. വെള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ എയിംസ് വിത്ത് വിച്ച് ദ ന്യൂസ് പേപ്പേഴ്സ് ഫംഗ്ഷൻ ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ. ഫ്രീഡം സ്ട്രഗിളിന്റെ സമയത്ത് ന്യൂസ് പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ന്യൂസ് പേപ്പേഴ്സ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്തതെന്നുള്ളത്. അബൌട്ട് ഒപ്രസീവ് റൂൾ, മസാക്കർ, റെപ്രസീവ് റൂൾ, അതിനെ കുറിച്ചെല്ലാം എന്താണ് ജനങ്ങളിലേക്ക് എത്തിച്ചു? ന്യൂസ് പേപ്പർ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഒപ്രസീവ് റൂളിനെ കുറിച്ച് ബ്രിട്ടീഷുകാരൻ ഇങ്ങനെയാണ് ഭരിക്കുന്നത്, അവരുടെ ഒപ്രഷൻ ഈ ഒരു രീതിയിലാണ്, സോ വി ഷുഡ് കം ഫോർവേഡ് ആൻഡ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് എന്നുള്ളത് ആര് പറഞ്ഞു? ന്യൂസ് പേപ്പേഴ്സിലൂടെ ജനങ്ങളെ അറിയിച്ചു. മാസക്കർ, അതിന് ബെസ്റ്റ് ഉദാഹരണമാണ് എന്ത്? ജാലിയൻവാല ബാഗ് മാസക്കർ. അതേപോലെ തന്നെ റിപ്രസീവ് റൂൾ, ബ്രിട്ടീഷേഴ്സ് നമ്മളെ എങ്ങനെ ഏതൊക്കെ രീതിയിലൊക്കെ ഒപ്രസ് ചെയ്യാവോ അങ്ങനെ ഒപ്രസ് ചെയ്യുക, നമ്മൾ ഏതൊക്കെ രീതിയിലൂടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ന്യൂസ് പേപ്പറിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. സോഷ്യൽ ഈവിൾസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്, നമ്മുടെ ഇന്ത്യയിൽ നടന്നിരുന്ന ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചു. പലർക്കും അത് അറിയത്തില്ല, എന്നാൽ അവിടെയൊക്കെ പല സോഷ്യൽ ഈവിൾസും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രാക്ടീസസും പ്രിവെയിൽഡ് ആയിരുന്നു. സോ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, നമ്മൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള ഒരു ഈ യൂണിറ്റി ജനങ്ങളിലേക്ക് നമ്മുടെ ന്യൂസ് പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോട്ടിവേറ്റഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ആൻഡ് ഈവിൾസ്, ബ്രിട്ടീഷുകാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള അത് ആ ഒരു സംഭവം ജനങ്ങളിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം, നമുക്ക് എന്ത് വേണം? ഫ്രീഡം വേണം. സോ വി ഷുഡ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഓർ കൊളോണിയൽ റൂൾ. അങ്ങനെ ഒരു സാധനമാണ് നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പറിലൂടെ അങ്ങനെ ഒരു സംഭവം ആൾക്കാരിലേക്ക് എത്തിച്ചു. അടുത്തത് ക്രിയേറ്റഡ് പബ്ലിക് അവയർനെസ് ഓഫ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ ബ്രിട്ടീഷ്. നമ്മൾ ഏതൊക്കെ രീതിയിൽ എക്കണോമിക്കലി ഏതൊക്കെ രീതിയിൽ നമ്മൾ ചൂഷണം ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ എത്രത്തോളം ടാക്സ് പേ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫാമേഴ്സിനെ അവർ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അവർക്ക് അതായത് ഈ ഇന്ത്യൻസും നമ്മുടെ ബ്രിട്ടീഷേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, സോ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ വർക്കിന് ബേസ്ഡ് ആയിട്ടുള്ള സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നല്ല രീതിയിലുള്ള നല്ല ഹാർഡ് വർക്ക് ഇവർ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ഇവർക്ക് അതിനുള്ള വേജസ് കൊടുക്കുന്നില്ല. സോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചു, ന്യൂസ് പേപ്പറിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. റിപ്പോർട്ടഡ് ദ കലാമിറ്റീസ്. നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷേഴ്സ് മാത്രമാണോ? ഫ്ലഡ്, അതുപോലെ തന്നെ പ്ലേഗ്, അതുപോലെ തന്നെ ഫെമൈൻ പോലുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് ആൾക്കാർ അറിയാൻ തുടങ്ങിയത് ന്യൂസ് പേപ്പർ മറ്റുള്ളവരിലേക്ക് കൊണ്ടുവന്നതിലൂടെയാണ്. എല്ലാവരുടെ ഇടയിൽ ന്യൂസ് പേപ്പർ വേണം എന്നുള്ള ആശയത്തിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Explain the circumstances that for choosing language as the criteria for the reorganization of states in independent India. നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയൊക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തു. ഇൻറ്റിഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്യുന്ന മറ്റൊരു ക്രൈറ്റീരിയ ആണ് ലാംഗ്വേജ്. ലാംഗ്വേജ് ഏത് രീതിയിലാണ് നമ്മളെ സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്തതെന്ന് നോക്കിയാലോ. ഒന്നാമത്തത് ഇൻറ്റിഗ്രേഷൻ ഓഫ് സ്റ്റാറ്റസ് ബേസ്ഡ് ഓൺ ലാംഗ്വേജ്. ഇൻറ്റിഗ്രേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ ലാംഗ്വേജ്. ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്സിനെ കൂട്ടിച്ചേർക്കുക എന്നുള്ള ഒരു സംഭവം ഡിമാൻഡ് ചെയ്തു ആൾക്കാർ. എന്തിനു വേണ്ടിയിട്ട്? അതായത് ഇപ്പോൾ ഓൾറെഡി പ്രിൻസ്ലി സ്റ്റേറ്റ്സിലൊക്കെ ഏകദേശം ആൾക്കാർ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലുള്ള ജനങ്ങൾ ഏകദേശം സെയിം ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരാണ്. സോ അവർ ഡിമാൻഡ് ചെയ്തു ഞങ്ങൾക്ക് സ്റ്റേറ്റ് എന്ത് വേണം, ഒരു ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റിനെ സെറ്റ് ചെയ്യണം എന്ന് അവർ ആവശ്യപ്പെട്ടു. പൊറ്റി ശ്രീരാമലു സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തു. പൊറ്റി ശ്രീരാമലു ആന്ധ്രാപ്രദേശിനെ തെലുങ്കു സ്പീക്കിംഗ് പീപ്പിൾ ആക്കുക എന്നുള്ളൊരു സംഭവം കൊണ്ടുവരികയും അദ്ദേഹം ഈ നിരാഹാരം ആരംഭിക്കുകയും ചെയ്തു. സോ അതിന്റെ ഫലമായിട്ട് ആന്ധ്രാപ്രദേശിന് എന്താക്കി? തെലുങ്കു സ്പീക്കിംഗ് പീപ്പിൾ ഉള്ള ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റി.
അടുത്തത് കമ്മീഷൻ ടു അറേഞ്ച് ആൻഡ് റീഅറേഞ്ച്, അതായത് ഈ ഒരു ലാംഗ്വേജിന്റെ ബേസിസിൽ സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ കൊണ്ടുവന്നു. ഫസൽ അലി കമ്മീഷൻ എന്നാണ് അതിനകത്ത് യഥാർത്ഥത്തിൽ പറയുക. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്ന് പറയും. സോ അതിലെ മെമ്പേഴ്സ് ആണ് ഫസൽ അലി, എച്ച് എൻ ഖുൻസ്രു ആൻഡ് കെ എം പണിക്കർ. ഫസൽ അലി ആയിരുന്നു അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്തത് ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തല്ലേ. എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, P/Q അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.